ഇന്ന് നമ്മളുടെ സെഷൻ 13 ആണ്. അതായത് ഫൈനൽ സെഷൻ ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം 10.2. ഇന്ന് സെഷൻ 13 റാപ്പപ്പ് സെഷൻ ആണ്. സോ ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഇൻഡിവിജ്വലി വെൽക്കം ചെയ്യാണ്. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ മെന്റർ ആയിട്ടുള്ള അനുശ്രീ മാമിനും, ഒപ്പം റെക്കോർഡിംഗ് സെഷനിൽ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ജാസ്മിൻ മാമിനും ഫാത്തിമ മാമിനെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫൈനൽ സെഷൻ ആണ്, സെഷൻ 13. അപ്പൊ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഓരോ സെഷനും നിങ്ങൾക്ക് അറിയാം, ഓരോ സെഷനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമേ നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. അതായത് ഇത്രയും സെഷൻ, ഇന്ന് 13th സെഷൻ ആണ്, ഫൈനൽ സെഷൻ ആണ്. സോ ഈ 12 സെഷൻസിനെയും കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ, റാപ്പപ്പ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാകും, ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജേർണി, നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഈ ഒരു ജേർണി വളരെ നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതിനുശേഷം ഷെയറിംഗ് ഫീഡ്ബാക്ക് ആണ്. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0നെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഓരോ സെഷനും അത്രയും എഫേർട്സ് എടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെന്റും അതിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം. അതൊരു റിക്വസ്റ്റും കൂടിയാണ്. അതിനുശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അനൗൺസിങ് വിന്നേഴ്സ്. നമുക്കറിയാം ഓറിയന്റേഷൻ സെഷൻ 10.0യുടെ ഫസ്റ്റ് സെഷൻ തൊട്ട് 12th സെഷൻ, കഴിഞ്ഞ 12th സെഷൻ വരെ, ഇന്ന് 13th സെഷനാണ്. ഇത്രയും സെഷൻസിൽ വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആക്ഷൻ ടാസ്കുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ എൻഗേജിങ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ സെഷൻസിലും അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കുകയും ചെയ്തിട്ടുള്ള കുറച്ച് വിന്നേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ അനൗൺസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു അസസ്മെന്റ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു അസസ്മെന്റ് ഷീറ്റിനെ കുറിച്ചിട്ട് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് ഫൈനൽ താങ്ക് യു. അതായത് ഇത്രയും സെഷൻസിൽ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് നന്ദി അറിയിക്കുകയും കൂടി ചെയ്യാണ്. ഇതാണ് ഈ സെഷൻ 13ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യമേ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് സഞ്ചരിച്ചിട്ട് ഈ OP 10.0യുടെ ഈ ഒരു യാത്ര നമുക്ക് എങ്ങനെയായിരുന്നു എന്നൊന്ന് നമുക്ക് റിമെമ്പർ ചെയ്യാം, എന്നെങ്ങനെയായിരുന്നു എന്ന് ഓർത്തെടുക്കാം. അപ്പൊ അതില് ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഇനോഗ്രേഷൻ സെഷൻ ആയിരുന്നു. നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫോമൽ ആയിട്ടുള്ള ഇനോഗ്രേഷൻ ആയിരുന്നു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെഷൻ 2 എന്ന് പറയുന്നത് ഐസ് ബ്രേക്കിംഗ് സെഷൻ. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് എൻഗേജിങ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറെ ഗെയിംസ് ഒക്കെ വെച്ചിട്ടുള്ള സെഷൻ ആയിരുന്നു സെഷൻ 2, ഐസ് ബ്രേക്കിംഗ് സെഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് സെഷൻ 3 ഇഗ്നോ ഡീപ് ഡൈവ് എന്ന് പറയുന്ന ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 3. ആൻഡ് അടുത്തത് വന്നിട്ട് സെഷൻ 4 സിലബസ് ഡീകോഡിംഗ്. നമുക്കറിയാം നമ്മുടെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ഓരോ പേപ്പറിന്റെ ഉള്ളിലെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ബ്ലോക്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 4 സിലബസ് ഡീകോഡിംഗ്. ആൻഡ് സെഷൻ 5 ലേൺ വൈസ് എക്കോസിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ലേൺ വൈസിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്പ്, ഇതെല്ലാം എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, അതുപോലെ ലേൺ വൈസിന്റെ വേരിയസ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൂടുതൽ ഇൻഫർമേഷൻസ് തരുന്ന സെഷൻ ആയിരുന്നു സെഷൻ 5. ആൻഡ് നെക്സ്റ്റ് സെഷൻ 6 സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക്. വളരെ എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല ഫീഡ്ബാക്ക് തന്ന ഒരു സെഷൻ കൂടിയായിരുന്നു സെഷൻ 6. സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു സെഷൻ 6. സെഷൻ 7 അലുമിനി ഇൻസ്പിരേഷൻ.
അതായത് നമ്മളുടെ ലേൺ വൈസിൽ നിന്നും പഠിച്ചു പോയിട്ടുള്ള അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ എന്താ പറയാ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 7 അലുമിനി ഇൻസ്പിറേഷൻ. അത് പലർക്കും ഇപ്പോൾ ജോയിൻ ആയിട്ടുള്ള പലർക്കും അത് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു, മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്നുള്ള ഫീഡ്ബാക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് സെഷൻ 8 ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള സെഷൻ ആയിരുന്നു സെഷൻ 8 എന്ന് പറയുന്നത്. അതുപോലെ സെഷൻ 9 കരിയർ പാത്വേ, കരിയറിനെ കുറിച്ചിട്ടും കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ ആയിരുന്നു കരിയർ പാത്വേ സെഷൻ 8 ആൻഡ് സെഷൻ 9. ആൻഡ് സെഷൻ 10 എന്ന് പറയുന്നത് മീറ്റ്സ് ദ ലേൺ വൈസ് ടീം. ലേൺ വൈസ് പ്ലാറ്റ്ഫോം, ലേൺ വൈസ് ടീം, ലേൺ വൈസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 10 മീറ്റ് ദ ലേൺ വൈസ് ടീം. ആൻഡ് നെക്സ്റ്റ് സെഷൻ 11 മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെല്ലാവരെയും മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 11 മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ ആ ഒരു എയിമോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 11. ആൻഡ് സെഷൻ 12 വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഫാമിലി മീറ്റ്. എല്ലാവരുടെയും ഫാമിലിയെ പരിചയപ്പെടാനും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓരോ ഫാമിലീസും അവരുടെ അച്ഛനായാലും അമ്മയായാലും ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ഒക്കെ അവരെ കുറിച്ച് ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ആൻഡ് ടുഡേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് സെഷൻ 13 ആണ്, ദ ഫൈനൽ സെലിബ്രേഷൻ. അതായത് ഇന്നാണ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇത്രയും നാളത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഈ ഒരു ജേണി വളരെ സമ്മറൈസ്ഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ രൂപത്തിൽ നമ്മളിവിടെ പ്രസന്റ് ചെയ്യാണ്.
നിങ്ങളുടെ ഓരോ വാക്കുകളും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഇനി നിങ്ങളുടെ ഊഴാണ്, നിങ്ങളുടെ മൈൻഡിൽ നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് പറയാനായിട്ട് നിങ്ങളുടെ വേർഡ്സിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്. ഒരു 7 to 10 minutes എല്ലാവരും എന്തായാലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും. ഓണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിപ്ലൈസ്, നിങ്ങളുടെ റിഫ്ലക്ഷൻസ് പറയാം, സെഷൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ പറയാം, അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സ്, ഹോപ്സ്, പ്രതീക്ഷകളെല്ലാം ഷെയർ ചെയ്യാം. സോ അധികം ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. ലൈക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്തോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു 13ഓളം സെഷൻസ് നടന്നല്ലോ, അപ്പം അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷനാണ് ഏതാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്പേസ് ആണ് നമ്മളിപ്പം ഇവിടെ തരുന്നത്. സോ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സോ ഓരോരുത്തർക്കായിട്ട് അവരവരുടെ ഫീഡ്ബാക്സ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഞാന് ഈ കഴിഞ്ഞ 12 സെഷനിൽ 11 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മാത്രം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാ സെഷൻസും വളരെയധികം ഇൻഫോർമേറ്റീവും ഇന്ററാക്റ്റീവ് ആയിരുന്നു. പല രീതിക്ക് എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇഗ്നോനെ പറ്റിയും ലേൺ വൈസ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റഡി പ്ലാൻസ് ഒക്കെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരോ സെഷൻ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓരോ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇഗ്നോ എന്താണ്, അതിന്റെ ഇപ്പോ ലേൺ വൈസ് ആണെങ്കിൽ നമുക്ക് മെന്റേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഓരോ സെഷൻ എടുത്ത് പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് സെഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിനെ കുറിച്ചുള്ള പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. കാരണം നമ്മളിപ്പോ എനിക്കറിയില്ല, ചിലപ്പോൾ MA ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ലാംഗ്വേജ് പ്രത്യേക ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കൂടുതലും ഒരു സംസാരിക്കുമ്പോഴൊക്കെ കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നതും ഒക്കെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ ആ മാമിന്റെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിലും അതിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ഡൗട്ട്സും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെന്ന് പറയുമ്പോൾ വേറെ സെഷനിൽ നമുക്ക് കുറെ മോട്ടിവേറ്റ് ആയി. കാരണം നിങ്ങളുടെ അലുമിനീസിന്റെ എക്സ്പീരിയൻസ്, അവരുടെ ഇൻസ്പിറേഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജോബിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ ഒരു ട്രസ്റ്റ് വരുന്നുണ്ട്, നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം വരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് കൺവൊക്കേഷന്റെ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം, ഇതുപോലെ നമുക്കും ഒന്ന് പോയി ചെയ്യണം. ഞാൻ പ്രത്യേകം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടി എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കൺവൊക്കേഷൻ ഒക്കെ. അപ്പൊ നമുക്ക് ആ ഒരു വാശി വന്നിട്ടുണ്ടായിരുന്നു, എന്തായാലും പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു ഇതിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ്, ആ ഒരു മെന്റൽ ഹെൽത്ത്നെസിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലും പ്രഷേഴ്സ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു ടൈം ടേബിളിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ഒരു ദിവസത്തിനെ തിരിക്കാം, അതുമാതിരി തന്നെ ഇപ്പൊ ടൈം ടേബിൾ പ്രകാരം ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് ചെയ്യാൻ. പക്ഷെ ചില ദിവസങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ആസ് പെർ ദ ടൈം ടേബിൾ പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ പരമാവധി ടൈം ടേബിൾ ഉള്ള പോലെ തന്നെയൊക്കെ പഠിക്കാനും സമയം കണ്ടെത്തി ഒക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഫാമിലി മീറ്റപ്പ് സെഷൻ ആയിരുന്നു. കുറെ ആൾക്കാരുടെ ഫാമിലീസ് പേഴ്സണൽ നമുക്ക് മീറ്റ് ചെയ്യാനും അവരെങ്ങനെയാണ് അവരുടെ സ്റ്റുഡൻസിന്, അവരുടെ മെമ്പറിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റഡീസിന്റെ കാര്യത്തിൽ. അപ്പൊ എന്റെ ഫാമിലിയിലാണെങ്കിലും എനിക്ക് അന്ന് പറയാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അന്ന് പറയാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഏകദേശമൊക്കെ നമ്മളുടെ ഒരു റിസംബ്ലൻസും അവിടെ എനിക്ക് കാണാൻ പറ്റി. അപ്പോ പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ സെഷനും വളരെ ഇൻഫോർമേറ്റീവും അത്രയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ ഒരു സെഷൻ മാത്രം എനിക്ക് മിസ് ഔട്ട് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അത് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ അതിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് കാണാം. അപ്പോ ഇനിയിപ്പോ വിന്നേഴ്സിന് അഡ്വാൻസ് ആയിട്ട് കൺഗ്രാറ്റുലേഷൻ പറയാണ്, ആരാണോ വിന്നർ അവർക്ക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് രേവതി. അതൊരു വലിയ ലൈക്ക് എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഹിബ പറഞ്ഞോളൂ. മാം, ഞാൻ ആദ്യത്തെ ഒരു 3-4 സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 3-4 അല്ല, ഒരു 6-7 സെക്ഷൻ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ ഡൽഹിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ട്രെയിനിങ് തുടങ്ങിയപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും. കാരണം ഇവിടുത്തെ കമ്പനിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ താമസിക്കും, 8 മണി കഴിയും. അതുകൊണ്ടാണ്. പിന്നെ അറ്റൻഡ് ചെയ്ത ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐസ് ബ്രേക്കിംഗ് ആണെങ്കിലും
കോൺവക്കേഷൻ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും പറഞ്ഞ പോലെ കോൺവക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ. എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇതൊക്കെ ആയിരുന്നു കേട്ടിടത്തോളം, അത്രയും കണ്ടിടത്തോളം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഹിബ, താങ്ക് യു സോ മച്ച്. എല്ലാ സെഷൻസും കണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് സെഷന്റെ ഒരു ലാസ്റ്റ് ഭാഗമൊക്കെ ആവുമ്പോൾ മിസ് ഔട്ടായി. എങ്കിലും പരമാവധി എല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഫസ്റ്റ് ഉള്ള കുറച്ച് സെഷൻസ് നമുക്ക് ഇഗ്നോനെ കുറിച്ചിട്ടും ലാൻഡ്വൈസിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിലെ മറ്റേ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതാകുമ്പോ നമുക്ക് നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. പിന്നെ ഹംന മാമിന്റെ സെഷൻ നന്നായിരുന്നു. അതിലെ ഒരു സ്റ്റഡി റുട്ടീന്റെ കാര്യം, നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതിനും പിന്നെ എങ്ങനെ ഇരിക്കണം, നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാം, അങ്ങനെയുള്ള നമുക്ക് ഒരു സ്റ്റഡി റുട്ടീൻ, നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു നല്ലൊരു സെഷൻ ആയിരുന്നു അത്. ഓക്കെ, താങ്ക് യു സുപേട, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഈ സെക്ഷൻ 12 സെക്ഷനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാ സെക്ഷനും സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഇന്ന സെക്ഷൻ ഒന്നുമില്ല, എല്ലാ സെക്ഷനും സൂപ്പർ ആയിരുന്നു എന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെന്താ പിന്നെ ഹംന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ എങ്ങനെയാ ഫോക്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി കുറെ പറഞ്ഞുകൊണ്ട് കൂടുതൽ അറിയാൻ പറ്റി. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ രീതി കുറെ ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ സൂപ്പർ ആയിരുന്നു. പിന്നെ നേരത്തെ അവര് പറഞ്ഞ പോലെ തന്നെ എല്ലാരും അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫാത്തിമ, താങ്ക് യു. എൻ്റെ പേര് ശബ്നം. ഞാൻ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സെഷനും ഒരുവിധം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ സെഷനും എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കോൺവക്കേഷന്റെ വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ നല്ലൊരു മോട്ടിവേഷനും ഒരുപാട് സന്തോഷം തോന്നി. നമുക്കും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അതിന് പരിശ്രമിക്കണം എന്നുള്ളൊരു ഇത് തോന്നിയായിരുന്നു. പിന്നെ ആദ്യം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് വല്ല ഐഡിയ ഇല്ല, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ്, അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെൻഷനൊക്കെ മാറി, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരുവിധം ട്രാക്കിലോട്ട് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. താങ്ക് യു ശബ്നം, താങ്ക് യു. ഞാൻ പൊതുവെ ഇത്തിരി ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് ഇതിൽ ജോയിൻ ചെയ്തപ്പം ഭയങ്കര സംശയങ്ങളായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ, ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. അതായത് ഓൺലൈനിലാണ് പഠിക്കുന്നതെന്നുള്ളത് കൊണ്ടൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നല്ല സംശയമായിരുന്നു. അപ്പം ഓരോ സെഷനിലും എൻ്റെ പല ഡൗട്ട്സ് പല ഏരിയാസ് കവർ ചെയ്തതുപോലെയായിരുന്നു. അതായത് ഇപ്പം സ്റ്റഡി റുട്ടീൻ ഉണ്ട്, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പം അലുമിനി സെഷനിലാണെങ്കിലും പല പ്രോബ്ലംസ് ഫേസ് ചെയ്യണവരൊക്കെ അവരെങ്ങനെയാണ് അത് ഓവർകം ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പൊക്കെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പം ഈ ഇത്രയും സെഷൻസ് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു മിഥുന, താങ്ക് യു. നമുക്ക് ഇനി ഫീഡ്ബാക്ക് ഫോം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ തന്നെ ലൈക്ക് ഇത്രയും സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആക്ഷൻ ടാസ്കുകളും ഫോമുകളൊക്കെ കിട്ടിയവർക്കും ഫില്ല് ചെയ്യാൻ ഏകദേശം അറിയുണ്ടാവുമല്ലോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ആണ്. ആദ്യം തന്നെ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, MA ഇംഗ്ലീഷ് ആണല്ലോ നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അസൈൻഡ് മെന്റർ ആരാണോ, അസൈൻഡ് മെന്റർ ഓർ LACയുടെ പേര്. അതിനുശേഷം ഓറിയന്റേഷൻ പ്രോഗ്രാമുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം വിശദമായി എഴുതുക. നിങ്ങൾക്ക് എന്താണോ ഓറിയന്റേഷൻ സെഷൻസ് ഇത്രയും കഴിഞ്ഞ സെഷൻസ് അറ്റൻഡ് ചെയ്തപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, അതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ, അതോ ലൈക്ക് ഇപ്പൊ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞല്ലോ ഇന്ന സെഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലായി, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സും ഫിയേഴ്സും ഒക്കെ കുറെ കൂടെ മാറി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഓരോ സെഷൻസ് ആണ്. ലൈക്ക് സെഷൻ 1 ഇനോഗ്രേഷൻ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഐസ് ബ്രേക്കിംഗ്, അങ്ങനെ ലൈക്ക് 13 സെഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഓരോ സെഷൻസും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. അതായത്
ഇവിടെ എക്സ്ട്രീംലി ഹെൽപ്ഫുൾ കൊടുക്കാം, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ, വെരി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ നോട്ട് ഹെൽപ്ഫുൾ അറ്റ് ഓൾ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് തോന്നിയത് ഈ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചില സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അറ്റൻഡ് ചെയ്ത സെഷൻസിന്റെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിഡ് യു കംപ്ലീറ്റ് മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ ടാസ്ക് ആഫ്റ്റർ ഈച്ച് സെഷൻ. ഓരോ സെഷൻ കഴിഞ്ഞിട്ടും ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിൽ ലൈക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എത്ര കംപ്ലീറ്റ് ചെയ്തു എന്നതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. യെസ് ഐ കംപ്ലീറ്റഡ് ഓൾ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ. നിങ്ങൾ എല്ലാം ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെജോറിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഡിഡ് സം ബട്ട് നോട്ട് ഓൾ. നിങ്ങൾ ചിലതേ ചെയ്തിട്ടുള്ളൂ, ചിലത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഐ കുഡിൻ കംപ്ലീറ്റ് ദം എന്നുള്ള ആ ഓപ്ഷനും കൊടുക്കാം. ബട്ട് ഐ പ്ലാൻ ടു എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെഷൻസിന്റെ വീഡിയോസ് ലൈക്ക് ആപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ ഓപ്ഷൻസിൽ ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പിന്നെ ഹൗ ഹെൽപ്ഫുൾ വിത്ത് ദി ആക്ഷൻ ടാസ്ക് ഇൻ ഹെൽപ്പിംഗ് യു റിഫ്ലക്ട് ആൻഡ് ഗ്രോ. ലൈക്ക് ഓരോ സെഷൻസ് കഴിഞ്ഞിട്ടും ആക്ഷൻ ടാസ്ക് തന്നല്ലോ, അപ്പൊ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയില്ലേ? ലൈക്ക് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും എന്താ ബെനിഫിറ്റ് ഉണ്ടായോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ വെരി ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് കൊടുക്കാം. സം വാട്ട് ഹെൽപ്ഫുൾ, കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം. നോട്ട് വെരി ഹെൽപ്ഫുൾ, കണ്ടിട്ടും ആക്ഷൻ ടാസ്ക് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ, അല്ലെങ്കിൽ ഐ ഡിഡന്റ് എക്സ്പ്ലോർ ദം, നിങ്ങൾ അത് ഫോം തുറന്നേ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഓക്കെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ഷൻ ടാസ്ക് ഫെൽ ദ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഫോർ യു പേഴ്സണലി. ലൈക്ക് നമ്മൾ ഓരോ സെഷൻസ് കഴിഞ്ഞിട്ട് ആക്ഷൻ ടാസ്ക് അയച്ചിട്ടുണ്ടല്ലോ ഓരോന്നെങ്കിലും, അപ്പൊ അതിൽ ഏത് ആക്ഷൻ ടാസ്ക് ആണ് നിങ്ങൾക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇമ്പാക്ട് ചെയ്തത്? നിങ്ങൾക്ക് ലൈക്ക് പേഴ്സണൽ വൈസ് നിങ്ങളെ കുറച്ചും കൂടെ ഇമ്പാക്ട് ചെയ്തത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സെഷന്റെ പേരും പിന്നെ അതിന്റെ ആക്ഷൻ ടാസ്ക് എന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് യു ഫീൽ സപ്പോർട്ടഡ് ഓർ ഗൈഡഡ് ഇനഫ് ബൈ യുവർ മെന്റർ ഓർ LSC ഡ്യൂറിംഗ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പം ഇത്രയും ലൈക്ക് 13 സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇതുവരെ ഈ ഒരു സെഷൻ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ഓർ LSCന്റെ അടുത്തുനിന്ന് ഇനഫ് ഗൈഡൻസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യാം. ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് വെരി മച്ച് ഫസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ സം വാട്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് റിയലി എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വിത്ത് യുവർ മെന്റർ ആൻഡ് LSC നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് OP 10.0 ഹെൽപ്പ് യു ഫീൽ മോർ കോൺഫിഡന്റ് അബൌട്ട് യുവർ IGNOU ജേർണി. ഇപ്പൊ ഒരുപാട് പേര് ലൈക്ക് 1-2 പേര് പറഞ്ഞല്ലോ ഓരോ സെഷൻസ് കണ്ടപ്പോഴും അവരുടെ അതാത് ഡൗട്ട്സ് ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓരോരോ സെഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് വരുമല്ലോ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നിയെങ്കിൽ ഈ സെഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് ഐ ഫീൽ മോർ കോൺഫിഡന്റ് ആവുന്ന കൊടുക്കാം. അല്ലെങ്കിൽ ഏകദേശം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സംവർ ഐ സ്റ്റിൽ ഹാവ് സം ഡൗട്ട്സ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്താണ് ഈ സെഷൻസിൽ നിന്ന് ഇൻസൈറ്റ്സ് ഉണ്ടായെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് ഫിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ് ത്രൂ OP 10.0? Like clarity about IGNOU system, confidence in my learning journey, sense of community, hope and motivation. Like ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് IGNOUവിന്റെ ലൈക്ക് ഓറിയന്റേഷൻ സെഷൻസ് മൊത്തം അറ്റൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഓറിയന്റേഷൻ സെഷൻ ആണോ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അത് കണ്ടപ്പോൾ ലൈക്ക് അത് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിൽ കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തോന്നാണ്. ലൈക്ക് ക്ലാരിറ്റി, ഒന്നാമത് നമ്മൾ IGNOUവിന്റെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ IGNOUവിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു എന്താണ് നമ്മൾ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ടൈം ടേബിൾ ഒക്കെ എങ്ങനെ ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തവർക്ക് കോൺഫിഡൻസ് ഇൻ മൈ ലേണിംഗ് പാത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇൻസ്പിറേഷൻ ഫ്രം അലുമിനി ടോക്സ് സ്റ്റോറീസ് അത് കൊടുക്കാം.
പിന്നെ മൈൻഡ് സെറ്റ്, മെന്റൽ ഹെൽത്ത് അവയർനെസ്, അങ്ങനെ നിങ്ങൾക്ക് ലാംഗ്വേജ് കോൺഫിഡൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലൈക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസിന്റെ ക്ലാസ് കേട്ടിട്ട് ലാംഗ്വേജ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ ഏത് സെഷൻ ആണോ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇസ് ദർ എനി പാർട്ട് യു ഫെൽറ്റ് കുഡ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്? ലൈക്ക് നമ്മൾ ഈ സെഷൻ നടത്തിയതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെഷൻ കണ്ടിട്ട് കുറച്ചും കൂടെ അത് ഇംപ്രൂവ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, if you could suggest one new element or idea for the next orientation, what would it be? അപ്പം ഇപ്പം ഏകദേശം ഒരു മെജോറിറ്റി ഓഫ് സെഷൻസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ഒരു ഫോമാറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും സെഷൻ നിങ്ങൾക്ക് തോന്നിയിട്ട് ഇതും കൂടെ വെച്ചിരുന്നെങ്കിൽ ലേണേഴ്സിന് കുറച്ചും കൂടെ ഈസി ആയേനെ, അല്ലെങ്കിൽ ലേണേഴ്സിന് ഈ ഒരു ടൈപ്പിലെ ഡൗട്ട്സ് ക്ലിയർ ആയേനെ എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ മെന്റർ ഓർ LSE ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഓരോരോ സെഷൻസ് കഴിഞ്ഞിട്ട് ആക്ഷൻ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറെ പേരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില ആക്ഷൻ ടാസ്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവരുമുണ്ട്, എന്നാലും മെജോറിറ്റി ഓഫ് ആക്ഷൻ ടാസ്കുകൾ സബ്മിറ്റ് ചെയ്തവരുമുണ്ട്. അപ്പൊ നമ്മൾ അവരെ വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആരൊക്കെയാണ് മെജോറിറ്റി ആയിട്ട് ഫില്ല് ചെയ്തത്, പിന്നെ സെക്കൻഡ്ലി ആരൊക്കെയാണ് ഫില്ല് ചെയ്തത്, അങ്ങനെ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അവരെടുത്ത എഫേർട്ടിന് അവർ ഇത്രയും കഷ്ടപ്പെട്ട സെഷൻസ് കണ്ടിട്ട് കൊടുത്ത ആക്ഷൻ ടാസ്ക് ഒക്കെ അവർ ഫില്ല് ചെയ്തു. മെജോറിറ്റി ഓഫ് ആക്ഷൻ ടാസ്കുകളും ഫില്ല് ചെയ്തവരുണ്ട്. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്തവരിൽ നിന്ന് 3 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അപ്പം അതാരൊക്കെയാന്ന് ഞങ്ങൾ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് പൊസിഷനിൽ ഫാത്തിമ MK ആണ്. ആളുടെ സ്കോർ വന്നിട്ട് 66 ആണ്. ലൈക്ക് ആള് കൊടുത്ത മെജോറിറ്റി ഓഫ് ഫോംസും ഫില്ല് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ അടുത്തത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, അടുത്ത ടാസ്ക് വരുമല്ലോ ചെയ്യണം, അങ്ങനെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ടാസ്ക് വെച്ചിട്ടുള്ള ഈ ഓറിയന്റേഷൻ ക്ലാസ് പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു. കൺഗ്രാറ്റ്സ് ഫാത്തിമ. ഫാത്തിമയാണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. ആൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അയച്ച ഓൾമോസ്റ്റ് ഫോംസും ആൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പൊസിഷനിലുള്ളത് സുഫേറയാണ്. 62 പോയിന്റ്സ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് പിന്നെ കുറച്ചൊക്കെ എഴുതാനുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് പറയാനും പിന്നെ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സുഫേറ. കൺഗ്രാറ്റുലേഷൻസ് സുഫേറ. സെക്കൻഡ് പൊസിഷൻ ആണ്. ഓക്കെ, തേർഡ് പൊസിഷൻ വന്നിട്ട് മിഥുന SR ആണ്. ലൈക്ക് 57.4 പോയിന്റ്സ് ആണ്. അപ്പം ഈ 3 പേരുമാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുത്ത ഓരോ ഫോംസും ഇവര് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷയിലെ മാക്സിമം ഫീഡ്ബാക്ക് തരാൻ നോക്കിയിരുന്നു. ഹോണസ്റ്റ് ആയിട്ട് എന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ് മിഥുന. നമുക്ക് 3 വിന്നേഴ്സ് ആണുള്ളത്, ഫാത്തിമ MK, സുഫാര, മിഥുന. ഓക്കെ, കൺഗ്രാറ്റ്സ്. ആൻഡ് നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്തത് ശരിക്കും ഞങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയാന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഫില്ലിംഗ്. ആൻഡ് ഇന്നത്തെ സെഷൻ ഇത് നമ്മുടെ റാപ്പപ്പ് സെഷൻ ആണ്, ലാസ്റ്റ് സെഷൻ ആണ്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞാലും നമുക്ക് ലൈക്ക് എന്താ പറയുക, ഒരു 2 ഫോംസ് ഉണ്ട്. ഞാൻ ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു, ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. അത് നമുക്ക് ഫില്ല് ചെയ്യാം, പെട്ടെന്ന് ഫില്ല് ചെയ്ത് കഴിയുന്ന ഒരു ഫോമാണ്. പിന്നെ ഒരു ഫോമും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള, ഓൺലൈൻ അസസ്മെന്റ് ഫോം. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്തിട്ട് എങ്ങനെയാ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓൺലൈൻ അസസ്മെന്റ് ഫോം ആണ്. ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തുതരാം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങൾ എൻറോൾ ചെയ്ത ഏത് പ്രോഗ്രാം ആണോ അത്, പിന്നെ നിങ്ങളുടെ LSE ഓർ മെന്ററിന്റെ പേര്, പിന്നെ നിങ്ങൾ ഈ മൊത്തം സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ എന്താ ഇപ്പൊ ഇഗ്നൂന്റെ സെഷൻസും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസും ഒക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൊത്തം സെഷന്റെ ഒരു എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഗ്നോ എന്ത് യൂണിവേഴ്സിറ്റി ആണ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? ഇതൊരു ക്വസ്റ്റ്യനെയർ പോലെയാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാം. ഓക്കെ, സെക്കൻഡ്, കറന്റ് NAAC status highlighted in OP 10.0 for IGNOU.
ഇഗ്നൂന്റെ സ്റ്റാറ്റസ് ആണ്, കറന്റ് സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഗ്നോന്റെ സെഷൻ നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ ഇഗ്നോന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇഗ്നോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഓൺലൈൻ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ടും നിങ്ങൾ ഇഗ്നോ സെഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ടൈനി ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എക്സാമ്പിൾ ഫോർ എ ബിസി വീക്ക്. അത് നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൈൻഡ് ഓഫ് ലേണർ ഹു സ്റ്റഡി 6 hours. നിങ്ങളുടെ ഒരു ലേണിംഗ് ആർ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങളുടെ ഹാബിറ്റ്. ഓക്കെ, ദ കൈൻഡ് ഓഫ് ലേണർ ഹു ഷോസ് അപ്പ് ഫോർ 10 minutes ഈവൺ ഓൺ ലോ എനർജി. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലെ ലേണർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. മേലെ ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇഗ്നോ സെഷൻ കറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫോം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ച് നിങ്ങളിത് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 ഫോംസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ന്. ആദ്യം തന്നെ ഫീഡ്ബാക്ക് ഫോം ആണ്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഓൺലൈൻ അസസ്മെന്റ് ഫോം ആണ്, ഇതും നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഫോംസും ഷെയർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ സെഷന്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ലൈക്ക് ഇത്രയധികം സെഷൻസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തതിൽ ലൈക്ക് എനിക്കറിയാം മെജോറിറ്റി ഓഫ് ആൾക്കാരും ഓരോരോ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചില 1-2 സെഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം അറ്റൻഡ് ചെയ്യാതെ പോയ കുറച്ച് സെഷൻസേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും കുറെ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഈ സെഷൻസ് ഒക്കെ ഇപ്പൊ ഈ നടന്ന സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കേസസോ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ മെന്ററോ LSC ആയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവുന്നതാണ്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ സെഷൻസ് ഒന്നും ലൈക്ക് ഏതൊക്കെ സെഷൻസ് ആണോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, ആ സെഷൻസിന്റെ ഒക്കെ റെക്കോർഡഡ് വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കുറെയൊക്കെ എന്താണ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഫോംസ് ഫിൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, ഇന്നത്തെ 2 ഫോംസും. പിന്നെ സെക്കൻഡ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും സെഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിന്റെ റെക്കോർഡഡ് വേർഷൻ വരുന്ന സമയത്ത് കാണുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനോഗ്രേഷൻ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഹൊറൈസൺ ഫോം. അത് നിങ്ങളുടെ മെന്റർ ഓർ LSCs വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് ഫൈനൽ സെഷൻ ആണ്. അപ്പൊ ഇതുവരെയും ന്യൂ ഹൊറൈസൺ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് തരുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന ഒരു ഫോമാണ്. നമുക്കും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോമാണ്. അതുകൊണ്ട് കമ്പൽസറി ആയിട്ടും ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അനുശ്രീ മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയാണ്. നമുക്ക് ഈ ഒരു സെഷൻ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഒപ്പം മാം പറഞ്ഞ പോലെ ഈ 2 ഫോമും നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ LSC ഓർ മെന്റർ ത്രൂ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. നല്ലൊരു ലേണിംഗ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ടാണ് പോകുന്നത്. ടൈം ടേബിൾ അനുസരിച്ച് ഇതുവരെ ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും കാണുക. ഓരോ ലൈവ് സെഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് മെന്റർഷിപ്പിൽ വിത്തൗട്ട് മെന്റർഷിപ്പിലാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് LSCs ഉണ്ട്. അതുകൊണ്ട് ഷുവർ ആയിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക. സോ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ലേൺവൈസ് ഫാമിലി, വിഷ് യു all the very best and a good academic journey.